ഷോ ശ്രീമതി ലളിത ഹെലൻ, എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, വയനാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മറ്റൊരു ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു താരതമ്യം ചെയ്യാൻ പറ്റിയ ജില്ലയിലെ വയനാട്. അതുകൊണ്ട് തന്നെ ഈ മാനസികാരോഗ്യ ദിനം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ മാതിരി ജീവിതത്തിന് നിവൃത്തികേട് കൊണ്ട് ഒറ്റപ്പെട്ടു പോയ മനുഷ്യന്മാർ ആത്മാഹുതി ചെയ്ത ജില്ലയാണ് വയനാട് ജില്ല. നമുക്കറിയാം എത്രയോ പാവപ്പെട്ട ആൾക്കാരെ സംസ്ഥാന മേഖലയിൽ ഒറ്റപ്പെട്ടു പോയിട്ട് ആത്മഹത്യ നിർവഹിച്ച ജില്ല വയനാടാണ്. അതുകൊണ്ടാണ് റായലസീമ, നമ്മുടെ വിദർഭ പാക്കേജുകളൊക്കെ തന്നെ വയനാട്ടിൽ വരാനുണ്ടാക്കാൻ എത്രയോ കുടുംബം അനാഥമായി പോയി. ഈ മാനസികാരോഗ്യം എന്നൊക്കെ പറയുന്നത് ആരോഗ്യമില്ലായ്മയാണ് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. നമുക്കറിയാം 25 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റി അടങ്ങുന്ന ചെറിയൊരു ജില്ലയാണെങ്കിലും ഞാൻ പലപ്പോഴും പറയാറുള്ളത് 78-80 പഞ്ചായത്തുകളും അനവധി മുനിസിപ്പാലിറ്റി മെഗാ കോർപ്പറേഷനുള്ള ഒരു ജില്ലയിലെ കളക്ടറുടെ കൂടെ തന്നെയാണ് വയനാട് കളക്ടർ ഇരിക്കാറ്. സംസ്ഥാനത്തുള്ള ചർച്ചാ യോഗങ്ങളിലൊക്കെ കളക്ടർമാരുടെ മീറ്റിങ്ങിൽ 14 കളക്ടർമാരുണ്ടാവും. അതിനകത്ത് കോഴിക്കോട് കളക്ടർക്ക് 78 പഞ്ചായത്തുകളിൽ 2 മുനിസിപ്പാലിറ്റി ഒരു മെഗാ കോർപ്പറേഷനുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ അധികാരപരിധി. ആ അധികാരപരിധിയിൽ ഇരിക്കുന്ന കളക്ടറെടുത്ത് തന്നെയാണ് 25 പഞ്ചായത്തുള്ള ഈ കളക്ടർ ഇരിക്കുന്നത്. ഇതൊരു കളക്ടറാണ്. പക്ഷേ 250 പഞ്ചായത്തുള്ള ഒരു ജില്ലയുടെ പ്രശ്നങ്ങളാണ് ഈ 25 പഞ്ചായത്തുകളുള്ളത്, അല്ലെങ്കിൽ ഈ ചെറിയ മുനിസിപ്പാലിറ്റികൾ. നമുക്കൊക്കെ അറിയാം, തീർത്താൽ തീരാത്ത വിഷയങ്ങൾ. 10,000-കണക്കിൽ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യമാർ, കുട്ടികൾ സഹിതം 100 കണക്ക്. ഇനി എത്ര കണക്കാണ് നിങ്ങളൊക്കെ ശരിയായ കണക്കുകളാണ്. ഞാനിവിടുത്തെ പുതിയ ആളായതുകൊണ്ട് എനിക്ക് ആ കണക്കൊന്നും അറിയത്തില്ല. അവിവാഹിതരായ അമ്മമാർ എത്രയാണോ അതിൻ്റെ കണക്ക്? എങ്ങനെയാണ് സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നത്, എങ്ങനെയൊക്കെയാണ് ആ ജീവിത സാഹചര്യം ബന്ധപ്പെട്ടതെന്നൊക്കെ എന്നേക്കാൾ കൂടുതൽ വയനാട്ടുകാർക്ക് അറിയാം. 18% വരുന്ന പാവപ്പെട്ട ആദിവാസികൾ വയൽ, പിന്നെ പുകയിലയും നമ്മുടെ മാതിരി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് അപ്പം എൻ്റെ വീട്ടിലെ ഊണ് ശരിയായി വരുന്നുണ്ടാവുമ്പോൾ ഊണും മീൻകറിയൊക്കെ ഇപ്പോൾ റെഡിയാകുന്നുണ്ടാവുന്നിരിക്കുന്നത്. ചീരയൊക്കെ അറിയുന്നത് ഞാൻ പോലും രാവിലെ 2 ചപ്പാത്തി ഉണ്ടാവുന്നത്. ഇതൊക്കെയാണോ ആദിവാസികളുടെ വീട്ടിലെ മെനു? അവർക്ക് എന്ത് മെനു? ഒരു മെനു ഇല്ല. ഒരു ബ്രേക്ക്ഫാസ്റ്റും ഇല്ല, ലഞ്ചും സപ്പറും ഡിന്നറും ഒന്നുമില്ല അവർക്ക്. അങ്ങനത്തെ 18 ദിവസം നമുക്കിപ്പോൾ നമ്മുടെ സെൻസസ് നടക്കാൻ പോകുന്നോണ്ടിരിക്കാൻ നമുക്കറിയാം. യഥാർത്ഥ കണക്ക് വരാൻ പോകുന്നുള്ളൂ. വയനാടിൻ്റെ യഥാർത്ഥ ചിത്രം വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ 18-20% പാവപ്പെട്ട ആദിവാസികൾ, എല്ലാം സ്ത്രീകളെ ദുരിതം. കക്കൂസില്ല, കുടിക്കാൻ വെള്ളമില്ല. നമ്മൾ സാധാരണ കുടുംബശ്രീ പ്രസ്ഥാനങ്ങൾ നമ്മൾ പറയാറില്ലേ, എങ്ങനെയാണ് കുടുംബശ്രീയിൽ മെമ്പറാവുക, എങ്ങനെയാണ് കുടുംബശ്രീയിൽ മെമ്പറാവുക അല്ലേ? കുടുംബശ്രീ മെമ്പറാവണമെങ്കിൽ ഇന്നത്തെ മാതിരിയല്ല. ഇപ്പോൾ പുതിയ സംവിധാനങ്ങളൊക്കെ വന്നിട്ട് എല്ലാ സ്ത്രീകൾക്കും കുടുംബശ്രീ മെമ്പറാവാം. അങ്ങനെയല്ലല്ലോ മുമ്പൊക്കെ. ഇല്ലായ്മകളുടെ ഒരു പർവ്വതം കെട്ടഴിക്കുക. കുടിക്കാൻ വെള്ളമുണ്ടോ? ഇല്ല. കയറിക്കിടക്കാൻ വീടുണ്ടോ? ഇല്ല. വീട്ടിൽ വൈദ്യുതി ഉണ്ടോ? ഇല്ല. കക്കൂസുണ്ടോ? ഇല്ല. മാറാരോഗം പിടിച്ചുകൊണ്ട് വീടാണോ? അതെ. വിധവയാണോ? അതെ. ഇങ്ങനത്തെ ഈ അതേകളും ഇല്ലാകളും ഉള്ള പരമാവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നവരുടെ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ മുമ്പൊക്കെ കുടുംബശ്രീ. ഇപ്പോൾ കുടുംബശ്രീയിലെ ഇപ്പോൾ പുതിയ പരിപാടി കൊണ്ടുവന്ന് എല്ലാ സ്ത്രീകൾക്കും കുടുംബശ്രീ ഉണ്ടാവാനൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ എനിക്കതോട് യോജിപ്പില്ല. കാരണം എന്താ അറിയോ, ഈ 2 കൾച്ചറും നമ്മൾ ശരിയാവില്ല. ഏതായിക്കോട്ടെ, ഞാൻ എനിക്കൊന്ന് പോലെ ഗവൺമെൻറ് തീരുമാനം. ഇതൊക്കെ ഏറ്റവും വർദ്ധിച്ച അളവിലുള്ള ഒരു ആ ജില്ലയാണ് ഈ 25 പഞ്ചായത്തുകൾ വരുന്ന വയനാട് ജില്ല. അപ്പോൾ ഈ 2010 സംബന്ധിച്ചിടത്തോളം ഒരുപാട് വികസന പരിപാടികൾ, ഒരുപാട് പ്രതീക്ഷകൾ ഈ ജില്ലയ്ക്ക് കൊടുക്കാൻ വേണ്ടി ജില്ലാ അഡ്മിനിസ്ട്രേഷനും ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ, എൻ്റെ DMO ആരോഗ്യ മേഖലയിലെ കളക്ടറുടെ സഹപ്രവർത്തകനാണ് അദ്ദേഹം ഉൾപ്പെടെ ഒരുപാട് പരിപാടികൾ നോക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഫോണിലിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ വളരെ പ്രധാനപ്പെട്ട ന്യൂസ് ഞാനിവിടെ ഫോണിൽ സംസാരിക്കുന്നത് സംസ്ഥാന അടിസ്ഥാനത്തിൽ കുടുംബശ്രീ പ്രവർത്തനത്തിൽ ഏറ്റവും നല്ല CDS, ഏറ്റവും നല്ല കുടുംബശ്രീ പ്രവർത്തനം കാഴ്ചവെച്ച 5 CDSകളിൽ 1-2 സ്ഥാനം വയനാടിനാണ്.
നെന്മിനിയും വേറെ ഒരു പഞ്ചായത്തോട് പനമരം, നെന്മിനിയും പനമരം. അതാണ് സന്തോഷപൂർവ്വ സംസ്ഥാന ലെവലിൽ നിന്ന് ഇവരാണ് കലക്ടർ ചെവിയിലേക്ക്. അപ്പോൾ സഹോദരിമാരെ, പാവപ്പെട്ടവർ ഒരു പ്രതീക്ഷ കൊണ്ടാണ് കുടുംബശ്രീ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന തലത്തിൽ വയനാട് ജില്ലയിലെ കുടുംബശ്രീ പ്രവർത്തനം 3-ാം സ്ഥാനത്താണ്. നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ല, 1-2 സ്ഥാനം, 3-ാം സ്ഥാനം ചില്ലറ കാര്യമില്ലത്. നമ്മൾ പ്രതീക്ഷ ഇല്ലാത്തവരുടെ ജില്ലയാണെങ്കിലും ഇത്തരം രാജ്യത്തിനും മൊത്തം മാതൃകയാക്കാവുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ 1-ാം സ്ഥാനത്ത് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് 3-ാം സ്ഥാനത്തെത്തി വയനാട് കുടുംബശ്രീ പ്രവർത്തനത്തിൽ. ഇപ്പോൾ ഏറ്റവും മികച്ച സംസ്ഥാനത്തെ 5 CDSകളിൽ പനമരവും നെന്മിനിയും 1-2 സ്ഥാനങ്ങളിലേക്ക് എത്തി. അത് ചില്ലറ നേട്ടമല്ലല്ലോ. വനാവകാശ നിയമപ്രകാരമുള്ള ആദിവാസികൾ പതിറ്റാണ്ടുകളായി അവരുടെ കൈവശം വെച്ച് വരുന്ന വസ്തുവിനകത്ത് അനാഥന്റെ മാതിരി യാതൊരു അർഹതയുമില്ലാത്ത ഒരു പുറമ്പന്തലിൽ കഴിഞ്ഞ മനുഷ്യന്മാർ അനവധി ആൾക്കാരില്ല. അവർക്കൊക്കെ രേഖകൾ കൊടുത്ത് ഭൂമി പതിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ഈ രാജ്യത്ത് 1-ാം സ്ഥാനത്തേക്ക് എത്താൻ പോകാം. അത് ചെറിയ കാര്യമല്ല. അത് കഴിഞ്ഞ 4-5-6 മാസത്തിനുള്ളിൽ സംഭവം. ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആദിവാസികൾ കൈവശം വെച്ച് വന്ന വസ്തു അവരുടെ പേരിൽ പതിച്ചു കൊടുത്ത് രേഖ കൊടുത്ത ജില്ല ഇന്ന് സംസ്ഥാനത്ത് വയനാട് ജില്ല. വേറെന്താ, വേറെ ജില്ലയിലൊന്നും ആരുമില്ലേ. അപ്പോൾ അവിടെ ഒന്നും പൊതുപ്രവർത്തകരും നാട്ടുകാരൊന്നും ഇല്ല. എന്തുകൊണ്ടാണ് നടക്കുന്നത്? നമ്മൾ ഒറ്റക്കെട്ടായി കൂട്ടായിട്ടൊരു യജ്ഞം അവിടെ നടത്താം. തൊഴിലുറപ്പിൻ്റെ കാര്യത്തിൽ തമിഴ്നാടും ഇടവകയൊക്കെ ഇന്ത്യ രാജ്യത്ത് 1-2 സ്ഥാനങ്ങളാണ്. ഞാൻ പറയാനുള്ള പത്രങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താ, വേറെ ഇന്ത്യ രാജ്യത്ത് വേറെ എവിടെയും സ്ത്രീകളും തൊഴിലുറപ്പ് വേറെ ഒന്നുമില്ലേ? എന്താ ഇവിടെ മാത്രമേ ഉള്ളൂ? ഇന്ത്യയിൽ ഇടവക, തമിഴ്നാട്, കൂതാടി മുതലായ പഞ്ചായത്തുകൾ ഇന്ത്യ രാജ്യത്ത് 1-ാം സ്ഥാനത്താണ്. എന്താ കാണിക്കുന്നത്? അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകർ, സഹോദരിമാർ, ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും, പൊതുപ്രവർത്തകർ, രാഷ്ട്രീയക്കാർ, ജനപ്രതിനിധികൾ എല്ലാവരും എണ്ണയിട്ട യന്ത്രം പോലെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഫലമായിട്ട് 1-ാം സ്ഥാനത്തേക്ക് എത്തും. വെറുതെ എത്തണമല്ല, അതൊക്കെ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതല്ല. അങ്ങനെ ചിലതുണ്ടാവും. അത് നമ്മൾ ആരും പ്രവർത്തിച്ചില്ലെങ്കിൽ ചില കാര്യങ്ങൾ നടക്കും. അങ്ങനെയല്ലത്. അപ്പോൾ സംസ്ഥാന അടിസ്ഥാനത്തിലും അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും എല്ലാം സർക്കാർ മുന്നോട്ട് വെക്കുന്ന വികസന കാര്യങ്ങളിലൊക്കെ തന്നെ ആരോഗ്യ സംരക്ഷണ കാര്യങ്ങളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. നമ്മൾ സംസാരിച്ച് വരുമ്പോൾ ഇതിലൊക്കെ നമ്മൾ 1-ാം സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി എന്താ കാര്യം? ആരും ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. ആത്മഹത്യം ചെയ്യേണ്ട, ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമൊന്നുമല്ല. അത് നമ്മളെന്താ ഈ മാൽത്തൂഷ്യൻ തിയറി ഓഫ് പോപ്പുലേഷൻ എന്നൊരു സാധനമുണ്ട്. ഫാദർ മാൽത്തസ്. അത് ഒരു അച്ഛനായിരുന്നു. അദ്ദേഹം ഒരു സാമ്പത്തികകാര്യ വിദഗ്ധനാണ്. അദ്ദേഹം ഒരു തിയറി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ തിയറി. എത്ര തന്നെ കരങ്ങൾ, എത്ര തന്നെ മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടെങ്കിലും അത്രയും മനുഷ്യന്മാർ പോരാ. ഈ രാജ്യത്തുള്ള, ഈ ലോകത്തുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ സംസ്കരിച്ചെടുക്കാൻ ഇത്രയൊന്നും മനുഷ്യന്മാർ പോരാ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മതിയാവില്ല. അതിന് മാത്രം അസംസ്കൃത പദാർത്ഥങ്ങൾ ഒളിച്ചു നിൽക്കുന്ന സ്ഥലമാണ് നമ്മുടെ രാജ്യം. അത് നേരെയാക്കി എടുക്കാൻ ഇത്രയും മനുഷ്യന്മാർ പോരാ. അതുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ചൊന്നും ബേജാറാവണ്ട. പക്ഷെ എന്താ, നമ്മളെന്ത് വേണം? 2-3 കാര്യമുണ്ട്. അതിപ്പോൾ പറഞ്ഞാൽ നേരം പോകും. അതുകൊണ്ട് ഞാൻ പറയാത്തത്. എങ്ങനെയാണ് പ്രകൃതിയെ നിയന്ത്രിക്കുന്നത്? ഫാദർ മാൽത്തസിൻ്റെ അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം അത് ഒന്നുകിൽ കൊടുങ്കാറ്റടിച്ചിട്ടോ അപകടങ്ങളിലൂടെയോ അല്ലെങ്കിൽ രോഗങ്ങളിലൂടെയോ പ്രകൃതി തന്നെ ആവശ്യത്തിന് അധികമുള്ള ആ സമൂഹം അതിനെ നിയന്ത്രിച്ച് നിൽക്കുകയാണ് മാൽത്തസ്. അതുകൊണ്ട് നിങ്ങൾ കത്തി വെക്കാനും കോളേജ് വെക്കാനും പോണ്ട, ഡോക്ടർമാരെ ദേഷ്യം പിടിക്കേണ്ട. ഒരു സാമ്പത്തിക ശാസ്ത്ര ശാഖ മാത്രം. ജനസംഖ്യയെ നിയന്ത്രിക്കരുത്. അത് അദ്ദേഹത്തിൻ്റെ തിയറി. ആൽഫ്രഡ് മാർഷൽ എന്ന് പറഞ്ഞ ഒരു തത്വബന്ധം പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ഒരു മാസം കിട്ടാവുന്ന വരുമാനത്തെക്കുറിച്ച് നല്ല ബോധ്യം വേണം. നിങ്ങൾ ആരാന്നാണ്, നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ വരുമാനം? കണ്ണാടിയിലോട്ട് ചോദിക്കേണ്ട, ഞാൻ ആരാണ്, എനിക്ക് എന്താ വരുമാനം, എനിക്ക് എന്താ കിട്ടണം, ഇതുകൊണ്ട് എനിക്ക് എന്ത് നിർവഹിക്കാൻ പറ്റും, എനിക്കും മരണം വരെ ജീവിക്കണ്ടേ, ഞാൻ എങ്ങനെയാണ് ഒരു ദിവസം പൈലറ്റ്, എനിക്കൊരു മാസം കിട്ടുന്ന വരുമാനത്തിൽ ഞാൻ എങ്ങനെ എൻ്റെ കുടുംബത്തെ പരിപാലിക്കും? കഞ്ഞി വെക്കാനുള്ള പോലെയൊക്കെ ഞാൻ തന്നെ കണ്ടെത്തണം. ഞാനാണല്ലോ കുടുംബനാഥൻ. അതുകൊണ്ട് നിങ്ങൾ കരുതി വേണം ജീവിക്കാൻ. അതാണ് ആൽഫ്രഡ് മാർഷലിൻ്റെ സിദ്ധാന്തം, സാമ്പത്തിക സിദ്ധാന്തം. അതുകൊണ്ട് ജോളിച്ച് കളയരുത്. കരുതി സമ്പാദിച്ച് അവനവനെ കുറിച്ച് നല്ല ചിന്ത വെച്ചിട്ട് സ്വസ്ഥമായി ജീവിക്കുക. 4 പച്ചമുളക്, 2 കറിവേപ്പില, ഒരു പപ്പായ മരട്, 2 വഴുതനങ്ങ മരട് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ ജീവിതം. അതൊരാൾ പറയും. അതുകൊണ്ട് നിങ്ങൾ ജനസംഖ്യ കുറയ്ക്കണം.
ഇപ്പോൾ ചൈനയിലുള്ള അവർക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈനയിലാണ്. ചൈനയിലുള്ള ഭാര്യ ഭർത്താക്കന്മാരായി വരുന്ന പുതിയ ആൾക്കാർ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് എന്താ അറിയോ? ഞങ്ങൾക്കൊരു കുട്ടി മതി, ഞങ്ങൾക്കൊരു കുട്ടി മതി എന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അവരെ ആരെയും ലഘുലേഖ വെച്ചിട്ടോ ഇതുപോലെ സെമിനാർ വിളിച്ചു വരുത്തിയോ പഠിപ്പിച്ചതല്ല. അവർ മനസ്സിലാക്കിയിരിക്കുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ചൈനയിലാണ്. ഇത്ര കൂടുതൽ ജനസംഖ്യ കാരണം ഇവിടെ വീർപ്പുമുട്ടിയിരിക്കുന്നു ലോകത്ത് ചൈന. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുട്ടി മതി എന്നുള്ളത്. ഇതൊക്കെ ഞാൻ പറയുന്നതല്ല, ചൈനയിൽ പോയി വന്ന നമ്മളെ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ നമ്മൾ എംബാസ്കറായിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ ഇവരൊക്കെ പോയി വരുമ്പോൾ നമുക്ക് പറഞ്ഞു വേണ്ടി നമുക്ക് എല്ലാവർക്കും ചൈനയിൽ പോകാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞതാണ്. അതുകൊണ്ട് അവിടെ അങ്ങനെ മൊത്തത്തിൽ ഒരു വികാരം തന്നെ വന്നു. പുതിയ കപ്പിൾസിനാണ് ഒരു കുട്ടി മതി, അച്ഛനും അമ്മയും അമ്മായിയും എന്ന് പറഞ്ഞൊരു കാര്യമില്ല, ഒരു കുട്ടി. അപ്പൊ അതുപോലെ അവർ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ ആൽഫ്രഡ് മാർഷൽ പറഞ്ഞ മാതിരിയാണ് അത് ആ ചിന്ത. കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് കുടുംബം പ്രവർത്തി പോവുകയാണെങ്കിൽ ഞാൻ ഒന്ന് നിയന്ത്രിക്കണം, അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞു മതി. അതിനൊക്കെ കഴിഞ്ഞുകൂടാണ്ട് ഒരു ഒപ്പൊക്കെ എൻ്റെ ജീവിതം കൊണ്ട് കിട്ടുന്നുള്ളത് തോന്നുന്നു. അത് ആൽഫ്രഡ് മാർഷലിൻ്റെ ഒരു സിദ്ധാന്തമാണെങ്കിൽ വേറൊരു കൂട്ടരുണ്ട്, എന്താ അറിയോ? എപ്പിക്യൂരിയൻ എന്ന് പറഞ്ഞത്. എപ്പിക്യൂറസ് എന്താ പറഞ്ഞത്? ബി ഹാപ്പി ടുഡേ, ടുമോറോ ഈസ് അൺസർട്ടൻ. ഇപ്പോൾ വിമാന ദുരന്തമൊക്കെ ഉണ്ടായാലേ അവരുടെ അതിനു മുമ്പിൽ നമ്മൾ തല കുനിക്കുകയാണ്. അത് നമ്മുടെ ബാഷ്പാസുക്കളെ നമ്മളത് കേൾക്കുകയാണ്. ജീവിതം അടുത്ത നിമിഷത്തെക്കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. വി കനോട്ട് പ്രെഡിക്ട് ദ വെരി നെക്സ്റ്റ് മൊമെന്റ്. എന്താ സംഭവിക്കാൻ അറിയില്ല, ഏത് നിമിഷം നമ്മളൊക്കെ തട്ടിപ്പോകും. അതുകൊണ്ട് നിങ്ങൾ വലിയ വലിയ ബാങ്ക് ബാലൻസും പാസ്ബുക്ക് എടുത്ത് തലക്കി വെച്ച് കിടന്ന് ചിലവാക്കാണ്ടിരിക്കേണ്ട. അതുകൊണ്ട് അടിച്ചു പൊളിച്ചോളാൻ. എപ്പിക്യൂരിയൻ ഫിലോസഫി. എത്രയാണോ കിട്ടുന്ന അടിച്ചു പൊളിക്ക് തോന്നി. ആദിവാസികൾക്ക് ഏതാണ്ട് അങ്ങനെ അടിച്ചു പൊളിക്കാൻ പരിപാടി. ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേരെ എനിക്കറിയാം. ഞാൻ അതിലൊക്കെ അന്വേഷിക്കാൻ പോകുന്നുണ്ട്. ഇന്ന് കിട്ടുന്നത് ഇന്ന് തീർക്കുക, നാളത്തേക്ക് ഒരു രൂപ പോലും കരുതി വെക്കാതിരിക്കുക. നാളെ രാവിലെ പുതിയ തുടക്കം. ഏതാണ്ട് അതേ സിദ്ധാന്തം തന്നെയാണ് കടപ്പുറത്ത് ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക്. കോഴിക്കോട് കടപ്പുറത്ത് ആ പുതിയപ്പ ആ മേഖലയൊക്കെ കംപ്ലീറ്റ് എനിക്ക് നല്ല പരിചയമുള്ള ആൾക്കാരാണ്. അവിടെ ഇത് തന്നെയാണ് പരിപാടി. ഒരു പൈസ പോലും കരുതി വെക്കില്ല. ഒരു കൂട്ട് നിറയെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് 4 മീനെടുത്ത് ഒരു കൂട്ടാൻ വയ്ക്കാൻ പോകും. ബാക്കിയുള്ള കാര്യം നിർവഹിക്കുന്നില്ലാണ്ട് അത് കിട്ടുന്ന നോട്ട് അടുക്കി വെച്ച് കുറച്ച് നോട്ടുമായിട്ട് ബാങ്കിലേക്ക് പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അവർക്ക് പടിഞ്ഞാറോട്ട് നോക്കി എന്തുണ്ട്? അറബിക്കടലുണ്ട്. അതുപോലെയാണ് വയനാട്ടിലെ ആദിവാസി ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് രാജ്യത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും ഇതിൻ്റെ സ്ഥിതി. 5, 6, 7 മാസം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ കിട്ടിയ കാശും കൊണ്ട് ഒരൊറ്റ പോര് ചെയ്യണം. ഒരു മാപ്പ് എടുത്തില്ലേ, വീട്ടിലേക്ക് നടക്കുന്ന സൈക്കിളിലൊക്കെ. അപ്പോൾ അത് എപ്പിക്യൂരിയൻ ഫിലോസഫിയാണ്. കയ്യിൽ എത്രയാണോ ലഭിക്കുന്നത് അത് മുഴുവൻ അടിച്ചു തീർക്കുക. സ്പെൻഡ് എവറിത്തിങ്, ഹാപ്പി ടുഡേ. നാളെ രാവിലെ ചിലപ്പോൾ നിങ്ങൾ വിമാനം മറിഞ്ഞോ ട്രെയിൻ മറിഞ്ഞിട്ടോ വാഹനം തട്ടിയിട്ടോ ഒക്കെ എങ്ങനെയാണ് പോകുന്നറിയിക്കും. അങ്ങനെ 3-4 തരത്തിലുള്ള സിദ്ധാന്തങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഒന്ന് നേരത്തെ പറഞ്ഞ് നമ്മളെ മാൽത്തൂഷൻ തിയറി ഉണ്ട്. ഒന്ന് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞ് കരുതി ജീവിക്കുക, സമ്പാദിക്കാനുള്ള തിയറി ഉണ്ട്. ഒന്ന് അടിച്ചു പൊളിക്കാനുള്ള തിയറി ഉണ്ട്. ഇതെല്ലാം ഈ തിയറികളൊക്കെ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമ്മൾ ഏത് സിദ്ധാന്തം എടുക്കണം എന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. ഏതായാലും വയനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പിന്നോക്കാവസ്ഥയുള്ള മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു ജില്ല എന്ന നിലയ്ക്ക്, ഒരു ജില്ലാ കളക്ടർ എന്ന നിലയ്ക്ക്, ഒരു ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ എന്ന നിലയ്ക്ക്, ഈ ജില്ലയിലെ പൊതുപ്രവർത്തകർ എന്ന നിലയ്ക്ക്, കുടുംബശ്രീ പ്രവർത്തകർ എന്ന നിലയ്ക്ക്, പൊതുധാരയിൽ അഭിപ്രായം പറയുന്ന ആൾക്കാരെന്ന നിലയ്ക്ക് നമുക്ക് ഇത്തരം സെമിനാറുകൾ ഒരുപാട് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനുണ്ട്. മറ്റ് ജില്ലയുടെ മാതിരി ഇപ്പം മൈനോറിറ്റി കോൺസെൻട്രേറ്റഡ് ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട്, എന്താ പറയുക, മതന്യൂനപക്ഷ കേന്ദ്രീകൃത പിന്നോക്ക ജില്ല. മതന്യൂനപക്ഷ കേന്ദ്രീകൃത പിന്നോക്ക ജില്ല കേരളത്തിൽ വയനാട്. കേരള സംസ്ഥാന ഒറ്റ ജില്ലയുണ്ട്, അത് വയനാട്. അതിപ്പോൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് മതപിന്നോക്കക്കാരായിട്ടുള്ള ആൾക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് സ്കീമുകൾ വെച്ചിട്ട് ഞങ്ങൾ അതിൽ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 27-ാം തീയതി അത് സംബന്ധിച്ചിട്ടുള്ള പ്രപ്പോസൽ റിവൈസ് ചെയ്യും. നമ്മൾ മുബൈനാട് പോലുള്ള മേഖലകളിലൊക്കെ എവിടെയൊക്കെയാണോ മതന്യൂനപക്ഷങ്ങൾ, പാവപ്പെട്ടവർ, പിന്നോക്ക, മലപ്പുറം ജില്ലയല്ല വയനാടാണത്. മതന്യൂനപക്ഷ കേന്ദ്രീകൃത പിന്നോക്ക ജില്ല അത് വയനാടാണ്. അപ്പം നമുക്കറിയാം നമ്മളെ പല പ്രദേശങ്ങളും വളരെ കഷ്ടപ്പാടില്ല. അപ്പം അത്തരം മേഖലകളിലൊക്കെ തന്നെ പുതിയ സ്കീമുകൾ അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്കീം അത് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഒരു 10-24 കോടി രൂപ കിട്ടാനുണ്ട്. അതുപോലെ തന്നെ ബാക്ക്വേർഡ് റീജിയൻ ഗ്രാൻഡ് ഫണ്ട് പിന്നോക്ക ജില്ലയ്ക്ക് കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്കീമാണ്. അത് വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ പലതും ചെയ്യാൻ പോകുന്നത്. അത് ആദിവാസി മേഖലയിൽ അതുപോലെ തന്നെ മറ്റ് മതക്കാരുടെ പിന്നോക്കാവസ്ഥകൾ മാറ്റാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് അനവധി വികസന കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാര്യാട് എസ്റ്റേറ്റ് പോലുള്ള പ്രദേശങ്ങളിൽ നമ്മൾ മെഗാ പാർക്ക് വരാൻ പോവുകയാണ്. തൊഴിലുറപ്പിൻ്റെ രംഗത്ത് നമ്മൾ വളരെ മുമ്പിലാണ്. ഞാൻ കണ്ണും പൂട്ടിയാണ്
ഇടം വരെ നോക്കാറില്ല. നിങ്ങളെ മുമ്പ് സംശയം പറയാൻ എനിക്ക് തെറ്റൊന്നുമില്ല. ഞാൻ ഈ മർമ്മം പഠിച്ചിട്ടുള്ള കാര്യാശാന്റെ മാതിരി നോക്കിക്കൊണ്ടിരുന്നതിൽ ഒരു പൈസ എവിടെയും പോകില്ല. എൻ്റെ ജോലി, എൻ്റെ ശമ്പളം, എൻ്റെ കുടുംബം, എനിക്ക് സ്വസ്ഥമായി റിട്ടയർ ചെയ്യണം എന്നൊക്കെയുള്ള ചില എൻ്റെ വിചാരക്കാരുണ്ട്. സർക്കാർ സർവീസിൽ 40% ഉദ്യോഗസ്ഥന്മാരും എൻ്റെ വിചാരക്കാരാണ്. എനിക്ക് ലീവ്, എൻ്റെ കുടുംബം, എൻ്റെ ശമ്പളം, എൻ്റെ വീട്, അങ്ങനത്തെ ചില എൻ്റെ വിചാരക്കാർക്ക് എന്താ സംഭവം? അവരുടെ മുമ്പിൽ ഇങ്ങനെ ജനകീയമായ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ അന്തിച്ചു നിൽക്കും. ഞാനിനി അതങ്ങ് ഒപ്പിട്ട് പോയാൽ എനിക്ക് നാളെ സസ്പെൻഷൻ വരുമോ, നാളെ ഞാൻ ഉത്തരം പറയേണ്ടി വരുമോ, ഓഡിറ്റുകാർ പിടിക്കുമോ എന്നൊക്കെ ശങ്കിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ജില്ലകളിലൊന്നും തന്നെ മതിയായ അളവിൽ കേന്ദ്ര ഗവൺമെൻറ് തൊഴിലുറപ്പിൻ്റെ പണം കോടികളാ പഞ്ചായത്തിൽ കൊടുക്കുന്നത്. പഞ്ചായത്തിൽ ചോദിക്കുന്നത് 10-50 ലക്ഷമാണ് ചോദിക്കുന്നത്. ആ ചോദിക്കുന്ന സമയത്ത് 10-30 ലക്ഷം രൂപ കണ്ണും അടച്ച് അങ്ങോട്ട് കൊടുക്കണമെങ്കിൽ ജനങ്ങളെ അങ്ങോട്ട് വിശ്വാസത്തിലെടുക്കണം, ജനത്തെ വിശ്വാസത്തിലെടുക്കണം. അങ്ങനെ പരസ്പരം അറിയുമ്പോൾ വിശ്വാസത്തിലെടുത്തും ജനത്തിന് തോന്നുകയും കൂടി ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവിക ജനവും ഉദ്യോഗസ്ഥനും തമ്മിൽ നല്ല ബന്ധം ഉണ്ടാവും, നല്ലൊരു സംസ്കാരം അവിടെ വളർന്നു വരും. ജനങ്ങൾക്കൊക്കെ തന്നെ പ്രതീക്ഷാനിർഭരമായിട്ടുള്ള ഒരു പ്രദേശത്ത് നിൽക്കുന്നവർ തോന്നും. എൻ്റെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അറിയാൻ ഇവിടെ ആളുണ്ട് എന്നൊരു തോന്നൽ ജനത്തിന് വരുമ്പോൾ മാത്രമേ മാനസികാരോഗ്യം ഉണ്ടാവുള്ളൂ. മാനസികാരോഗ്യം തീരെ തകർന്ന ആൾക്കാർക്കാണ് യു ജസ്റ്റ് കം ടു മൈ ക്യാബിൻ. കലക്ടറെ ക്യാബിൻ്റെ മുമ്പിൽ വന്നാൽ മതി. ഈ ചെറിയ ജില്ലയിലുള്ള പ്രയാസപ്പെട്ട ആൾക്ക് എത്ര കണ്ണുനീരാണ് അവിടെ ഒഴുകുന്നതെന്ന് അറിയണമെങ്കിൽ വയനാട് ജില്ലാ കളക്ടറെ ക്യാബിനടുത്ത് വന്നാൽ മതി. നിങ്ങൾ എല്ലാവരും അറിയുന്നൊന്നും എനിക്കറിയത്തില്ല. അവിടെ എത്ര ദുഃഖങ്ങളാണ് കെട്ടഴിക്കുന്നത്, എന്തെല്ലാം പ്രതീക്ഷകളാക്കുന്നത്. സമസ്ത മേഖലയിൽ നിന്ന് കൈയൊഴിക്കപ്പെട്ട മനുഷ്യന്മാർ, പാവങ്ങൾ. കഴിഞ്ഞ ദിവസം ബസവൻകൊല്ലി എന്ന സ്ഥലത്തുള്ള ആദിവാസി കുടുംബം വന്നിരുന്നു. ഒരു 10-20 സ്ത്രീകൾ വന്നിരുന്നു. അവർ രാവിലെ എന്താണെന്നറിയാമോ? എന്താ പറയുക, അതിന് എന്താ കാർഡോ, തൊഴിലുറപ്പ് കാർഡോ, കാർഡുണ്ടല്ലോ, എന്തോ ഒരു കാർഡ്, ഞങ്ങൾക്ക് ഒരു 10 പൈസ അവർ തരുന്നില്ല. ബസവൻകൊല്ലി എവിടെയത്? പുൽപ്പള്ളിയ മേഖല ഒന്നുണ്ടല്ലത്, ഏതോ കൊല്ലി, ഞാനാ കൊല്ലി എന്തായാലും പോകുന്നു. അവിടെ അവർ പറയുന്നത് എന്താണെന്നറിയോ? അവർക്ക് തൊഴിലുറപ്പ് കേട്ടിട്ടുള്ള ഒരു പണി പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു ഗതിയില്ല, അവരാരും അടുപ്പിക്കില്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് വല്ല രാഷ്ട്രീയം ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. അത് നമുക്ക് ആവശ്യമില്ല. മനുഷ്യൻ്റെ സാധാരണമായ ജീവിതത്തിൽ രാഷ്ട്രീയം ഒന്ന് കൂട്ടിക്കലർത്തി കുളമാക്കരുത്. അതതിൻ്റെ വഴിക്ക് പോട്ടെ. രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യുകയെ, ആരെ ജയിപ്പിക്കുകയെ, ആരെങ്കിലും ഒക്കെ എന്തോ ആയിക്കോളും, നമുക്കൊന്നും സന്തോഷമുള്ള കാര്യത്തിൽ. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ മറ്റൊന്നും തടസ്സമായി കൂടെന്ന് എനിക്ക് പറയാനുണ്ട്. ആ കൊല്ലിയിലുള്ള ഒരൊറ്റ എണ്ണത്തിന് ഒരു ജോലിയില്ല. തൊഴിലുറപ്പിൻ്റെ 10 പൈസ കിട്ടാനില്ല. അവർ സ്ത്രീകളല്ലേ. ഇന്നിപ്പോൾ സ്ത്രീകളെ രംഗത്തൊക്കെ അവർ വളരെ ആത്മാഭിമാനമുള്ള സ്ത്രീകൾക്ക് അവരുടെ പേരിലൊക്കെ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അവരുടെ അക്കൗണ്ടിലൊക്കെ 10-500 രൂപ എടുക്കാനുണ്ട് അല്ലേ? തൊഴിലുറപ്പിൻ്റെ കാശ് നേരെ ബാങ്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു സ്ത്രീ എന്ന് വെച്ചാൽ എക്കാലവും പീഡിതയായ, ചൂഷണം ചെയ്യപ്പെട്ട്, ആർക്കും വേണ്ടാതെ ഒരു അടുക്കളയിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പുതിയ പ്രതീക്ഷകൾ വന്നിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാനൊന്നും ആർക്കും നേരമല്ല. ഇപ്പോൾ വെറുതെ ഇരിക്കുക വെറുതെ ഇരുന്ന ഒന്നും കിട്ടത്തില്ലല്ലോ, നമ്മൾ ജോലി ചെയ്യണ്ടേ. അത്തരം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുണ്ട്. അനവധി വികസന കാര്യങ്ങൾ വയനാട്ടിലേക്ക് കയറി വരിക. ഇന്ന് കേരള സംസ്ഥാനത്ത് വികസനത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ വെച്ച് പുലർത്താവുന്ന ഏറ്റവും നല്ലൊരു ജനത വയനാട്ടുകാരെ. കാരണം നമുക്ക് ഈ വരുന്ന കുറച്ച് മാസങ്ങൾക്കകം ഇവിടെ കലക്ടർമാർ വരുന്നോ പോകുന്നോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഉദ്യോഗസ്ഥന്മാരും കലക്ടർമാരൊക്കെ വരും, മെന്മേ പോകും. അതിനെക്കുറിച്ചൊന്നും ഇവിടെ പ്രശ്നമുള്ള കാര്യമില്ല. എന്നാലും ഇതൊക്കെ തുടർച്ചയാണ്. വരുന്ന ഏതാനും മാസങ്ങൾക്കകം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അസൂയ ജലിപ്പിക്കുവാനുള്ള അനവധി കോടികളുടെ വികസന പരിപാടികൾ വയനാട്ടിലേക്ക് വരിക. അതിൽ വേറെ ആരും അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അത് വയനാട്ടുകാർക്ക് മാത്രമുള്ളതാണ്. അത് ശ്രീത്ര മെഡിക്കൽ സെൻ്ററായ തിരക്കില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെഗാ ഫുഡ് പാർക്കായുള്ള വാരിയാട് എസ്റ്റേറ്റ് ഞങ്ങൾ അതിൻ്റെ ലാൻഡ് അക്വിസിഷൻ വർക്ക് തീർക്കാൻ പോകാം. അത് തീർന്നു കഴിഞ്ഞാൽ ചർച്ച ചെയ്തിട്ട് ആ വസ്തു എടുക്കുകയും ചെയ്യും. 4500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ വരാൻ പോകുന്നത്. എന്താ 4500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്നാൽ എന്താ ജനങ്ങൾക്ക് കിട്ടുക? ഇത്രയും തൊഴിലവസരങ്ങൾ വരും. ഒരു 2 കാലം എഴുന്നേറ്റ് നടന്ന് ജോലി ചെയ്യാൻ പറ്റിയ മനുഷ്യന്മാർക്ക് പ്രായഭേദം തന്നെ എല്ലാവർക്കും പണി കിട്ടും. എല്ലാവരുടെ കീശയിലും 10-100 രൂപ വരും. എന്തെങ്കിലും പണികൾ വരും. അപ്പോൾ ഒരു പ്രതീക്ഷയായി. അപ്പം എല്ലാവർക്കും പ്രതീക്ഷയായി, സ്ത്രീക്കും പുരുഷനും പ്രതീക്ഷയായി. അതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സംഭവമാണ് ബ്രഹ്മഗിരി മാംസ സംസ്കരണ പ്ലാന്റ്. എല്ലാവരും കണ്ടാണല്ലോ. ഏഷ്യയിൽ തന്നെ നമ്പർ 1 ആയി. ഞാൻ 2-3 തവണ അവിടെ പോയി. അതിന് നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് 4 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ബാക്ക്വേർഡ് റീജിയൻ കൊടുത്തു കഴിഞ്ഞു. ഇനി 10 കോടി അവർ നബാർഡിൽ നിന്ന് എടുക്കുന്നുണ്ട്. 2.5 കോടി കൊടുക്കുന്നുണ്ട്. കലക്ടറോട് ചോദിച്ചിട്ട് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഏഷ്യ വൻകരയിലെ ഇത്രയും വലിയ മെഗാ എന്താ പറയുക, മാംസ സംസ്കരണ പ്ലാന്റ് ഏഷ്യയിൽ ഉണ്ടാവില്ല. 10,000 ആൾക്കാർക്ക് ജോലി കിട്ടും. പ്രത്യക്ഷവും പരോക്ഷവുമായ രൂപത്തിൽ എല്ലാവർക്കും തൊഴിലേ. എല്ലാം ഒരു മത്സ്യം വളർത്തലുകൊണ്ട് മാത്രം ഒരു കുടുംബത്തിൽ ജീവിക്കാൻ പറ്റുമോ? മത്സ്യം വളർത്തവും വേണം, ചെറിയ ജോലികൾ ചെയ്യണം. അങ്ങനെ എല്ലാം കൂടെ സംഭരിക്കുമ്പോഴേ നമുക്ക് ഒരു അർത്ഥവത്തായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിയുള്ളൂ. അത് മറ്റെല്ലാ
എല്ലാവർക്കും